ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അഹങ്കാരം അടിച്ചത് കൊണ്ടാണ്. അടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അടിച്ചു. പെണ്ണിനെ തല്ലിയിട്ട് നീയൊക്കെ നെകളിക്കണ കാണിച്ചരാ. നീ 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 ഇവൻ 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 നീ നീ നിക്ക്. ഇത് കോട്ടയം പാലയില് മഹാറാണി ജംഗ്ഷന്റെ അവിടെയുള്ള ഫാസ്റ്റ് ഫുഡ് ആൻഡ് നാടൻ ഭക്ഷണശാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയാണ് കേട്ടോ. ഈ കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വളരെ, അതായത് ഒരു വിനോദയാത്രയ്ക്ക് പോയി കഴിഞ്ഞതിന് ശേഷം വിശന്നിട്ട് അവർ ആശ്രയിച്ച ഒരു കടയാണത്. ആ കടയിൽ ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ബീഫ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ബീഫ് വളരെ ബാഡായിട്ടുള്ള സ്മെല്ലുണ്ടായിരുന്നു. ഈ സ്മെല്ലിന്റെ കാര്യം അവർ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ബീഫ് അവർ വേസ്റ്റ് ഹോട്ടലിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇവരെ എന്താ പറയുക വേറെ രീതിയിൽ ആക്രമിക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഡ്രൈവറിന്റെ കയ്യിൽ ഈ ബീഫ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പോലീസ് വരുന്നവരെ കീപ്പ് ചെയ്യാൻ പറഞ്ഞു. ഈ കീപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഈ ബീഫ് തട്ടിപ്പറിച്ചുകൊണ്ട് വീണ്ടും വേസ്റ്റിലിടായിരുന്നു. ഈ കോട്ടയം പാലയിലുള്ള ആ ജംഗ്ഷനില് മഹാറാണി ജംഗ്ഷന്റെ അവിടെയുള്ള ഈ തട്ടുകടയില് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ പോലീസ് വന്നിട്ട് അഹങ്കാരമാണെന്നാണ് പറയുന്നത്. ആരുടെ ഭാഗത്താണ്? കടക്കാരുടെ ഭാഗത്താണ് അഹങ്കാരം ഉള്ളത്. എന്നിട്ട് അവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കുകയോ ആ ബീഫ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുകയോ ഈ ബീഫിന് അവിടുത്തെ ഫുഡിന് പ്രശ്നമുണ്ടോ എന്ന് നോക്കുകയോ അല്ല ചെയ്തത്. ഇവരെ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഇവിടെ സാക്ഷര കേരളം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ നിയമം കൂടി പ്രോപ്പറായിട്ട് സാക്ഷരതയുള്ള പോലീസുകാർ കൂടി ഇവിടെ ഉണ്ടാക്കണം. നിയമ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കണം. ഉള്ള നിയമ സംവിധാനങ്ങൾ തന്നെ നിയമം അറിയാത്തതുപോലത്തുള്ള പോലീസുകാരാണ്. നീതിക്ക് വേണ്ടിയിട്ട് പോരാടാൻ തയ്യാറാവണം പോലീസ്. സാധാരണ ജനങ്ങൾ നീതിക്ക് വേണ്ടി പോരാടാൻ തയ്യാറാവുമ്പോൾ അവരുടെ കൂടെ നിൽക്കാതെ സാമ്പത്തികം കൊണ്ടും സ്വാധീനം കൊണ്ടും ഇവരെ സ്വാധീനിച്ചിട്ടുള്ള പോലീസിനെ സ്വാധീനിച്ചിട്ടുള്ള ഈ കടക്കാരനൊപ്പമാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് എഫ്ഐആർ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പോലീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എഫ്ഐആർ റിപ്പോർട്ടോ കാര്യങ്ങളോ കൊടുക്കാനായിട്ട് പോലീസ് തയ്യാറില്ല. അതായത് റെസിപ്റ്റ് കൊടുക്കാൻ തയ്യാറില്ല. ലാസ്റ്റ് വക്കീല് വിളിക്കുമ്പോൾ മാത്രമാണ് പോലീസിന്റെ നീതി ബോധം ഉണരുന്നുള്ളൂ. എന്തിനാണ് ഇവിടെ ഈ പോലീസ് നിലനിൽക്കുന്നത്? കോടതിക്കും ജനങ്ങൾക്കിടയിലുള്ള മീഡിയേറ്ററായിട്ട് നിലനിൽക്കുന്ന പോലീസ് നീതിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞ് ഇവർ ഹോസ്പിറ്റലിൽ പോകുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് ഛർദിയുടെ സ്റ്റാമ്പിൾ എടുത്തിട്ടുണ്ട്. ഫുഡ് പോയിസണിങ് ആയിട്ടുണ്ട് ആ സ്ത്രീക്ക്. അവിടെ ഈ ഡ്രൈവറിനെ പിടിച്ച് തല്ലുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഇതിൽ കാണാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫുൾ വീഡിയോ കൊടുക്കുന്നുണ്ട്. അത് തല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടികൾ പാനിക് ആവുന്നുണ്ട്. അതിനുശേഷം ഇവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനായിട്ട് പോകുമ്പോൾ അവിടുത്തെ നേഴ്സുമാർ പോലും ഈ പറയുന്ന സ്വാധീനത്തിന്റെ വലയത്തിൽ പെട്ടിരിക്കുകയാണ്. അവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ഇവരുടെ എന്താ പറയുക ഗ്ലൂക്കോസ് ആയിട്ടുള്ള ഇതിലേക്ക് രക്തമാണ് വീഴുന്നത്. ആ രീതിയിൽ ഒട്ടും ജാഗ്രതാപൂർവമായിട്ടോ ഒരു ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ് ഹോസ്പിറ്റലിലൊക്കെ ഒരു ഗതി നോക്കൂ. ഇവിടെ കൺസ്യൂമർ സംഘടനയുണ്ട്. എറണാകുളത്തുള്ള കൺസ്യൂമർ സംഘടന ജനങ്ങളോട് പ്രതിബദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന കൺസ്യൂമർ കോർട്ടാണ്. നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടണം. എന്തായാലും ഈ പറയുന്ന ലേഡി നമുക്ക് നേരിട്ടൊരു വീഡിയോ അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും കൺസ്യൂമർ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ അവർക്ക് കൈമാറുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ കൺസ്യൂമർ സംഘടന, അതായത് കോൺഫെഡറേഷൻ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വെൽഫെയർ അസോസിയേഷനിലേക്ക് ഞാൻ ഈ ഡീറ്റെയിൽ കൈമാറിയിട്ടുണ്ട്. വീണ ജോർജിന് ഇതിൽ മെയിൽ അയക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെയുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഈ പറയുന്ന മഹാറാണി ജംഗ്ഷനിലുള്ള ഫാസ്റ്റ് ഫുഡ് ആൻഡ് നാടൻ ഭക്ഷണശാല എന്ന് പറയുന്ന ഈ കടയ്ക്കെതിരെ നിങ്ങൾ നടപടിയെടുക്കാൻ തയ്യാറാവണം. അല്ലാത്തടത്തോളം ഇവിടെ ജനങ്ങൾ അനാഥരാവുകയാണ്. നീതിമാന്മാരായിട്ടുള്ള നിയമപാലകരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരില്ലാത്തടത്ത് ജനങ്ങൾ അനാഥരാവുകയാണ്. എന്തായാലും പ്രോപ്പറായിട്ട് മെയിലും കാര്യങ്ങളും അയച്ചിട്ട് നമ്മൾ പരമാവധി നീതിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഇവർക്ക് നീതി കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ കൺസ്യൂമർ കോർട്ടുമായിട്ട് ബന്ധപ്പെടുക, ഉറപ്പായിട്ട് നീതി കിട്ടും. അതുമായിട്ട് ഫ്രീ ആയിട്ട് തന്നെ അഡ്വക്കേറ്റ് സംവിധാനങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള നഷ്ടപരിഹാരം നിങ്ങൾക്ക് കിട്ടാനുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഫാമിലിയോടാണ് ഈ ഗുണ്ടായിസം കാണിക്കുന്നത്.
കടക്കാർ വിളിച്ചു വരുത്തുന്ന ആൾക്കാർ, ഗുണ്ടയെ പോലെ തോന്നിക്കുന്ന ആൾക്കാരെയാണ് വിളിച്ചു വരുത്തുന്നത്. അവർ ഗുണ്ടാക്രമണം തന്നെയാണ് നടത്തുന്നത്. ഇതിനെതിരെ പ്രോപ്പറായിട്ട് പ്രതികരിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ പോലും റെഡിയല്ല എന്നുള്ളിടത്ത് ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കൺസ്യൂമർ കോർട്ടായിട്ട് ബന്ധപ്പെടുക, എറണാകുളം കൺസ്യൂമർ കോർട്ടായിട്ട് ബന്ധപ്പെടുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നീതി കിട്ടും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.